അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് പ്രതിഭാസങ്ങളാണ് രാവും പകലും. പകലെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഈശത്തിന് വേണ്ടിയുള്ള, നമുക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയമായി പടച്ചവൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതാണ്. എന്നാൽ രാത്രി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി, നമുക്ക് ഉറങ്ങുന്നതിന് വേണ്ടി അല്ലാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന സമയമാണ്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില സന്ദർഭങ്ങളിൽ ഈ രാവും പകലും എന്നുള്ളത് ഒരുപോലെയാണ്. ചില സന്ദർഭങ്ങളിൽ ചില ഏറ്റക്കുറവുകൾ ഉണ്ടാകും. ചിലപ്പോ പകൽ കൂടുതലും ഇരുട്ട് കുറവുമായിരിക്കും. ചില സമയങ്ങളിൽ ഇരുട്ട് കൂടുതലും പകൽ കുറവുമായിരിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെയാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതം. ഇരുട്ട് എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ്, ദുരിതങ്ങളാണ്, വേദനകളാണ്, അസുഖങ്ങളാണ്. അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ, മക്കൾ, നല്ല ജോലി, ഉയർന്ന വിദ്യാഭ്യാസം, നല്ല കാറ്, നല്ല വീട്, ഇതൊക്കെയും വെളിച്ചമാണ്. അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെളിച്ചമാണ്. ഈ ദുഃഖവും അതുപോലെ തന്നെ സന്തോഷവും എല്ലാം ഇരുട്ടും പ്രകാശത്തെയും പോലെയാണ്. ചില സമയങ്ങളിൽ ദുഃഖവും സന്തോഷവും ഒരുപോലെയായിരിക്കും. ചില സന്ദർഭങ്ങളിൽ ദുഃഖം കൂടുതലും പ്രയാസം കൂടുതലും സന്തോഷം കുറവുമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിരുന്നാലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ട്, പ്രതിസന്ധികളും ഇതെല്ലാം പടച്ചറബിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അൽ ഈമാനു ബിൽ ഖദരി വൽ ഖദാ. ഖദറിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ട്, പ്രതിസന്ധികളും, അവന്റെ സന്തോഷമാകട്ടെ ദുഃഖമാകട്ടെ, എല്ലാം പടച്ചറബിന്റെ വിധിക്ക് അനുസൃതമായ നിലയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണങ്ങൾ താരാതെ അവന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അവന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. എന്നിരുന്നാലും എല്ലാത്തിലും താരാതെ, പ്രതീക്ഷ കൈവിടാതെ അവന്റെ ജീവിതത്തിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്, ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കൂട്ടത്തിലിരിക്കുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. എല്ലാവർക്കും പല നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായവരാണ്, അസുഖങ്ങളുള്ളവരാണ്, രോഗങ്ങളുള്ളവരാണ്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ഒരു കാരണവശാലും എനിക്ക് ഇതേവരെ ഒരു രോഗവും ഉണ്ടായിട്ടില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ ദുനിയാവ് സ്വർഗമായി പോകും, ദുനിയാവ് സ്വർഗമായി പോകും. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലൗ കാനത്തി ദുനിയാ നഈമുൻ ബിലാ ഖദരിൻ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ദുനിയാവെന്നാണ് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ലായിരുന്ന സ്ഥലമായിരുന്നെങ്കിൽ, ദുനിയാവിൽ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നെങ്കിൽ, ദുനിയാവിൽ ഒരു ദുരിതവും പേറേണ്ടി വരികയില്ലായിരുന്നെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലകാനത് ഹിയൽ ജന്ന. ദുനിയാവിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നെങ്കിൽ, ദുനിയാവിൽ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും ഉണ്ടാകുകയില്ലായിരുന്നെങ്കിൽ, ഈ ദുനിയാവെന്ന് പറയുന്ന സ്ഥലം ലകാനത് ഹിയൽ ജന്ന, അത് സ്വർഗ്ഗമായി പോയെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗ്ഗത്തിന്റെ വിശേഷമല്ലേ? സ്വർഗ്ഗത്തിന് ബുദ്ധിമുട്ടില്ല, പ്രയാസങ്ങളില്ല, അടിവാരങ്ങളിലൂടെ അരുവികൾ
അനന്ത വിസ്മയ സങ്കേതമല്ല പരിശുദ്ധമായ സ്വർഗം. ആ സ്വർഗത്തിലെവിടെയാ ബുദ്ധിമുട്ടുള്ളത്? സ്വർഗത്തിലെവിടെയാ ദുരിതമുള്ളത്? സ്വർഗത്തിലെവിടെയാ പ്രതിസന്ധിയുള്ളത്? സ്വർഗമെന്ന് പറയുന്നത് സുഖകരമായ ജീവിതം നയിക്കുന്ന സ്ഥലമല്ല സ്വർഗം. അതുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ദുനിയാവിൽ ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ ദുനിയാവെന്ന് പറയുന്ന സ്ഥലം അത് സ്വർഗമായി പോയെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു നമ്മളെ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിലെ ബുദ്ധിമുട്ടുകളുണ്ടാകും, ദുനിയാവിലെ പരീക്ഷണങ്ങളുണ്ടാകും, ദുനിയാവിലെ യാതനകളും വേദനകളും അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണങ്ങളിൽ കാണാതെ, പ്രതീക്ഷ കൈവിടാതെ, പ്രതീക്ഷയോടുകൂടി ജീവിതത്തെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യതയെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തിനാ ഉസ്താദേ നമുക്ക് മാത്രം അല്ലാഹു ഇത്ര കഷ്ടത നൽകുന്നത്? എന്തിനാണ് നമുക്ക് മാത്രം ഇത്ര ദുരിതങ്ങൾ നൽകുന്നത്? 5 വഖത്ത് അവ്വൽ തക്ബീറോടുകൂടി ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുന്ന ആളാണ് ഞാൻ. എന്നിട്ടും എന്തേ പടച്ചറപ്പ് നമുക്ക് ഇത്ര കഷ്ടപ്പാട് നൽകുന്നത്, ഇത്ര ദുരിതങ്ങൾ നൽകുന്നത്? അല്ലാഹുവിന് നമ്മളെ ഇഷ്ടമല്ല എന്ന് ചോദിക്കുന്നവരോട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ സഹാബ ഇന്ന അശദ്ദൻ നാസി ബലാഗാ അൽ അംബിയാ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണെന്നറിയുമോ സഹാബത്തെ? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ പേര് ജീവിക്കേണ്ടി വന്നത് ആരെന്നറിയുമോ സഹാബത്തെ? സഹാബത്തിനോട് നിബിധങ്ങൾ പറയുന്നു, അത് ആരെന്നറിയുമോ? അൽ അംബിയാ. അംബിയാക്കളായ 1,24,000 വരുന്ന പ്രവാചകന്മാരില്ലേ, ഈ പ്രവാചകന്മാരാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ഇഷ്ടമില്ലാത്ത ആളുകളാണോ? ഒരിക്കലുമല്ല. അല്ലാഹുവിന് സ്നേഹമുള്ളതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരീക്ഷണങ്ങൾ പടച്ചറപ്പ് കൊടുക്കുമ്പോ അതിൽ തളരാതെ, പ്രതീക്ഷ കൈവിടാതെ ആരാണ് ജീവിതത്തെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പടച്ചറപ്പ് പരീക്ഷണങ്ങൾ നൽകുന്നത്. ഈ പ്രവാചകന്മാരിൽ തന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചതാണ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്തെ പോലെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ഹബീബുല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമായത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരീക്ഷണത്തിന് വിധേയമായത്